ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു തരിക്കഞ്ഞാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. നമുക്കതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കണം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഗീ, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയാണല്ലോ, അല്ലെങ്കിൽ ബട്ടർ, ഇതിലേത് വേണമെങ്കിലും എടുക്കുക. ഏറ്റവും നല്ലത് ബട്ടറും ഗീയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കുനാന്നരിഞ്ഞ് കുഞ്ഞതായിട്ട് അരിഞ്ഞ് വെച്ച സവാളയല്ലേ, ആ സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. ആ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. തീ കുറച്ചിട്ടിട്ട് വേണം സോട്ട് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ അത് അതിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ ആ തരിക്കഞ്ഞിയുടെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോട്ടോ ഗൈസ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സവാളയും നെയ്യും കൂടി കിടന്ന് ആ ഒരു പരുവത്തിൽ വരുമ്പോഴാണ് ഈ തരിക്കഞ്ഞിയുടെ ഒരു ടേസ്റ്റ്. നമ്മളിതിൽ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കണില്ല, മുന്തിരി ഒന്നും ചേർക്കണില്ല കേട്ടോ. നമുക്ക് നോയമ്പിനൊക്കെ പെട്ടെന്ന് കഴിക്കാനും ഒക്കെ ആയിട്ട് ഈസി ആയിട്ടുള്ളൊരു തരിക്കഞ്ഞാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാൻ 3.5 ടേബിൾ സ്പൂൺ റവ, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ആ റവ ചേർത്തിട്ട് ഞാൻ സോട്ട് ചെയ്യുകയാണ്. സവാള ഒരിക്കലും മൂക്കാൻ വെള്ളം ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ തന്നെ ഈ തരി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് പയ്യെ ഒന്ന് തീ കുറച്ച് ഒന്ന് നെയ്യൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്തിട്ടുള്ള പാലെന്ന് പറഞ്ഞാൽ പശുവിൻ പാൽ 1 ലിറ്റർ വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ചതാണ്. അതിൻ്റെ കൂടെ ഞാൻ, നിങ്ങൾക്ക് പാൽപ്പൊടി വേണമെങ്കിൽ പാൽപ്പൊടി ചേർക്കാം കേട്ടോ. 250 ml ആ അളവിന് പാൽപ്പൊടി കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അതുപോലെ ഒരു തേങ്ങാമുറിയുടെ തേങ്ങാപ്പാൽ എടുത്ത് ഒഴിക്കുക. ഇത് ഞാൻ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ, കട്ട പിടിക്കാതിരിക്കാൻ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ച് ബാക്കി ഫുള്ളായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മധുരത്തിൻ്റെ ആ ഒരു ലെവലായിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ മധുരം ഇടുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യം ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് കുറച്ച് ഇളക്കി മാറ്റി അവർക്ക് വെക്കണം. ആർക്ക് ഷുഗറുള്ള ആൾക്കാരുണ്ടാവും നമ്മുടെ വീട്ടിലല്ലേ, ഒന്നിച്ച് മധുരം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവരെയും കൂടി പരിഗണിച്ചിട്ട് ബാക്കി ഇടും. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള കണക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ നിങ്ങൾ ഇട്ടിട്ട് ഒന്ന് അവർക്കുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട പണി. അങ്ങനെ അതൊന്ന് എല്ലാം തിളച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വേവും ചെയ്യും. എന്നിട്ട് നമ്മളിതാ പഞ്ചസാരയും ഏലക്കായും കൂടി കൂട്ടിപ്പിടിച്ചിട്ടുള്ളൊരു ഏലക്കാപ്പൊടി, നിങ്ങൾക്കറിയാലോ, ആ ഏലക്കാപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് എന്ത് രസമാണെന്ന് പറയുന്നത്, കാണാൻ തന്നെ നല്ല രസം. ഞാൻ പറഞ്ഞത് കരിഞ്ഞു പോവുമോ മൂത്ത് ഒന്നും ചെയ്യരുത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റായി സവാള വരുമ്പോൾ തന്നെ, കൊച്ചുള്ളിയല്ല, ഇതിലേറ്റവും നല്ല സവാള തന്നെയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി പെട്ടെന്ന് തന്നെ തിളയ്ക്കും. എല്ലാത്തിനും ചൂട് ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നിങ്ങളൊന്ന് കഴിച്ച് നോക്ക്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ വേറെ ഇതിൽ വേണം കേട്ടോ. നിങ്ങൾ വേറെ പാത്രത്തിൽ നെയ്യിലിട്ടിട്ട് വേണം വറുത്തതിലേക്ക് ഇടാൻ. കാരണം അത് വറുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കളർ ചേഞ്ച് വരും ഇതിന്. അപ്പോൾ ഇത് നല്ല വൈറ്റിഷായിട്ട് ഇങ്ങനെ ഇരിക്കും. ആ നെയ്യൊക്കെ മുകളിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നല്ലൊരു, കാണുമ്പോൾ തന്നെ കുടിക്കാത്ത ആൾക്കാരും കുടിച്ചു പോകും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവരും, ഒരുപാട് പേരുണ്ട് തരിയൊക്കെ കാച്ചിട്ട് കളയും, എന്നിട്ട് പിന്നെ രണ്ടാമത് ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറേ പാലൊഴിക്കും, കുറേ വെള്ളം ഒഴിക്കും. ഒരുപാട് പേർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. ഇത് ടോട്ടൽ നമ്മൾ 1.25 ലിറ്റർ ആണ് എല്ലാ പാലും വെള്ളമൊക്കെ കൂടി ചേർത്തിട്ടുള്ളത്. ഈ 3.5 ടേബിൾ സ്പൂൺ റവയ്ക്ക് കേട്ടോ. വേറെ കൂടുതൽ ഒഴിക്കും, നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ടോട്ടലി 1.25 ലിറ്ററാണ്. ഇതിന് എല്ലാം കൂടി പാലും വെള്ളവും പാൽപ്പൊടിയോ ഇനിയിപ്പം തേങ്ങാപ്പാൽ എന്താണെങ്കിലും ചേർക്കാവുന്ന, അത് നിങ്ങളുടെയൊക്കെ ചോയ്സാണ്. ഇനി ചിലർക്ക് പാലൊക്കെ കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ നന്നായി തിളച്ച് എല്ലാം വെന്ത് ഇതായി വന്നിട്ടുണ്ട്. നോക്കൂ, നല്ലൊരു രസമായിട്ടത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്കും കൊടുക്കാം, എല്ലാവർക്കും കൊടുത്ത് നിങ്ങളിത് നോയമ്പിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നത് വരെ മാസലാമ, അസ്സലാമു അലൈക്കും.